ഇതിഹാസങ്ങളുടെ പിറവികൾക്ക് സാക്ഷിയായ അർജന്റീനയിലെ റൊസാരിയോയുടെ മണ്ണിൽ കൽക്കരി തൊഴിലാളികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മിക്കായലും ഡയാനക്കും ഒരു കുഞ്ഞു പിറവിയെടുക്കുന്നു. അവർ അവനൊരു പേരും നൽകി, എൻഹൽ ഫാബിയൻ ഡി മരിയ. ഒരു മാലാഖയായിട്ടാണ് അയാൾ ഭൂജാതനായതെങ്കിലും അവൻ്റെ കുടുംബ പശ്ചാത്തലം ഏറെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ഉഷ്ണതകളെ മറികടക്കാൻ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം കൽക്കരി ഫാക്ടറിയിൽ ജോലി ചെയ്യുക എന്നതായിരുന്നു. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ടായിരുന്നു അവർ ജീവിതം കഴിച്ചു കൂട്ടിയത്. ഡി മരിയയുടെ അച്ഛൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമായിരുന്നു. എന്നാൽ കാൽമുട്ടിനേറ്റ പരിക്ക് മൂലം കളിമൈതാനിൽ നിന്ന് അദ്ദേഹത്തിന് വിട പറയേണ്ടി വന്നു. കൽക്കരി ഖനിയിലെ മാലിന്യപ്പുക ശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഡി മരിയയ്ക്ക് ചെറുപ്പം മുതലേ ഒരുപാട് അസുഖങ്ങൾ വന്നിരുന്നു. അതിലൊന്നായിരുന്നു ഹൈപ്പർ കൈനറ്റിക് എന്ന അസുഖം. അതുകൊണ്ട് കായിക ബലവും മാനസിക ബലവും ലഭിക്കാൻ വേണ്ടി ഫുട്ബോൾ നിത്യമായി കളിക്കാൻ അവനോട് ഡോക്ടർ പറയുകയുണ്ടായി. എന്നാൽ ഫുട്ബോൾ കളിക്കാനുള്ള ബൂട്ടുകൾ വാങ്ങാനുള്ള ക്യാഷൊന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പക്കൽ ഇല്ലായിരുന്നു. എന്നാൽ തൻ്റെ കളി മികവിലൂടെ തന്നെ ഏഞ്ചൽ ഡി മരിയ എന്ന താരം അതെല്ലാം നേടിയെടുത്തിരുന്നു. എന്നാൽ അന്ന് ഫുട്ബോൾ കളിക്കാൻ ബൂട്ടുപോലുമില്ലാത്ത കൽക്കരി ഖനിയിൽ പണിയെടുത്ത് ജീവിച്ച അതേ കാൽപാദങ്ങളാണ് അർജന്റീനയുടെ ശാപമോശത്തെ ഇറക്കി വെച്ച് 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടതും. അതെ, മാലാഖമാർ അങ്ങനെയാണ്. ദൈവം അവർക്ക് മാത്രമായി ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എല്ലായ്പ്പോഴും അവരുടെ സഹായം ലഭ്യമായി കൊള്ളണമെന്നില്ല. എന്നാൽ ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ അവർ അവിടെയുണ്ടാകും. 28 വർഷക്കാലം തിരിഞ്ഞു നോക്കാതെ കഷ്ടപ്പെടുത്തിയ ദൈവം കൃത്യസമയത്ത് മാലാഖയെ കളത്തിലെത്തിച്ച നിമിഷം ഞങ്ങൾ ഇപ്പോഴും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കളിയുടെ 28-ാം മിനിറ്റിൽ സാക്ഷാൽ ലിയണൽ മെസ്സി ഒഴിച്ചിട്ട് ശൂന്യതയിലേക്ക് ഡീപോളിൻ്റെ നെടുനീളം പന്ത് എത്തിയത് അയാളിലേക്കായിരുന്നു. കപ്പ് ക്ഷാമത്തിനും ദൗർഭാഗ്യങ്ങൾക്കും ശാപങ്ങൾക്കും വിരാമമിടാൻ ദൈവം കനിഞ്ഞു നൽകിയ അതേ മാലാഖയിലേക്ക്. അതിന് പൂർണ്ണത വരുത്തേണ്ടത് അതിസുന്ദരമായി തന്നെ വേണമെന്നും അവിടെ വാശിയുള്ളതുപോലെ അയാൾ ആ പന്തിനെ നിർമ്മലമായി തന്നെ ഗോൾ കീപ്പറുടെ തലക്കു മുകളിലൂടെ വലയിൽ നിക്ഷേപിച്ചു. സുന്ദരം, അതിസുന്ദരം. അർജന്റീനയുടെ ഗഗനനീലിമയിൽ അയാൾ ഏഞ്ചൽ ഡി മരിയ അവതരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2008 ഒളിമ്പിക്സ് ഫൈനലിലും ഇതുപോലെയൊരു സുന്ദര കർത്തവ്യം അയാൾ ചെയ്തു തീർത്തിട്ടുണ്ട്. രണ്ടിനും ഒരേ മുഖം, ഒരേ സൗന്ദര്യം, ഒരേ അനുഭൂതി. തീർന്നില്ല. 2022 ഖത്തർ വേൾഡ് കപ്പിലും മാലാഖ അവതരിച്ചത് നമ്മൾ കൺകുളിർക്കിയല്ലേ ആസ്വദിച്ചത്. എന്നാൽ എല്ലാത്തിനും ഇവിടം പര്യവസാനം കുറിക്കുകയാണ്. ഗഗനനീലിമയിൽ മാലാഖയായി അവതരിക്കുന്ന ഏഞ്ചൽ ഡി മരിയ എന്ന മാന്ത്രികന്റെ അത്ഭുത നീക്കങ്ങൾക്കായി ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. തൻ്റെ രാജ്യത്തിനായി എല്ലാം നേടിക്കൊടുത്തുകൊണ്ട് അയാൾ കുമ്മായ വരക്കപ്പുറത്തേക്ക് നടന്നകലുകയാണ്. ഈ കോപ്പയിൽ അയാളെ നമ്മൾ കൺകുളിർക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ ശൂന്യത മനസ്സിനെ വലിയ തരത്തിൽ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. താങ്ക് യു ഏഞ്ചൽ, ആൻഡ് വി വിൽ മിസ് യു.